ഗവർണർ ആഞ്ഞടിച്ചോ എന്ന ചോദ്യത്തിന് ആഞ്ഞടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷേ അതിനകത്ത് എനിക്കൊരു കൂട്ടിച്ചേർക്കലുള്ളത്, അവസരം മുതലാക്കി ഒരു കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടി ഗവർണർ അത് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഓരോ വീടുകളിലും സിദ്ധാർത്ഥൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു വലിയ സെൻറ്റിമെൻറ്റ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെയൊക്കെ കുട്ടികൾ പല ക്യാമ്പസുകളിലും പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെ വളരെ സഹതാപത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഗവർണർ ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ അത് പബ്ലിക് സെൻറ്റിമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അധികാരി എടുക്കുന്ന നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവസരം മുതലാക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഗവർണർ അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കാം. 18-ാം തീയതിയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. 19-ാം തീയതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. ആ 19-ാം തീയതി വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു 18 ക്ഷതങ്ങൾ, മുറിവുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ആ മുറിവുകളുടെയും ക്ഷതങ്ങളുടെയൊക്കെ പഴക്കം എന്ന് പറയുന്നത് 2 ദിവസം മുതൽ 3 ദിവസം വരെയാണ് എന്ന് പറയുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണത്. അവിടേക്ക് ഈ പറയുന്ന പോലീസ് എപ്പോഴാണ് എത്തിയത്? അവിടെ പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കണം, അവിടെ വന്ന് അധ്യാപകരുടെ മൊഴിയെടുക്കണം, അവിടുത്തെ വാർഡൻ്റെ മൊഴിയെടുക്കണം, ഡീനിൻ്റെ മൊഴിയെടുക്കണം, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഇങ്ങനെ വളരെ വേഗത്തിൽ പോലീസ് ആക്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പോലീസ് ആക്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് പോലീസ് ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വൈസ് ചാൻസലറിനെ സസ്പെൻഡ് ചെയ്തു ഗവർണർ എന്നുള്ളതാണ്. നോക്കൂ, ഈ വെറ്ററിനറി സർവകലാശാല എന്ന് പറയുന്നത് മുക്കിന് കോളേജുള്ളൊരു സർവകലാശാലയല്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതാണ്ട് 151ഓളം കോളേജുകളുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതാണ്ട് 350ഓളം കോളേജുണ്ട് 5 ജില്ലകളിലായിട്ട്. അപ്പോൾ അവിടുത്തെയൊക്കെ വൈസ് ചാൻസലർമാർക്ക് ഇപ്പോൾ ഓരോ കോളേജിലെയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ഈ കോളേജുകളുടെ ഒരു നമ്പർ കൂടുതലായിരിക്കുന്നുണ്ട്. പക്ഷേ വെറ്ററിനറി സർവകലാശാല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുക്കിന് കോളേജുള്ള ഒരു സർവകലാശാലയല്ല. എൻ്റെ മനസ്സിലാക്കലിൽ 8 ക്യാമ്പസുകളെ ഈ സർവകലാശാലയ്ക്ക് കീഴിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ശശീന്ദ്രൻ വൈസ് ചാൻസലർ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 8 ക്യാമ്പസുകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ ആ വൈസ് ചാൻസലർ അറിഞ്ഞിരിക്കണം, നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായത്? ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഡീനുമായി സംസാരിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം വാർഡനുമായി സംസാരിച്ചു, അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു, അങ്ങോട്ടേക്ക് പോയോ? എന്തെങ്കിലും ഒരു നടപടി ഈ 13 ദിവസം കൊണ്ടുണ്ടായോ? അപ്പോൾ വൈസ് ചാൻസലറിനെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എന്നോട് വിസ്തീർണം ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അതിനകത്ത് ഒരു കേസുമായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് സ്മൃതി, ഇക്കാര്യത്തിനകത്ത് ഇദ്ദേഹം കേസുമായിട്ട് പോയാലും കാര്യമില്ല, കോടതി മറിച്ചൊരു നിലപാടെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതറിയാമോ, ഇത് വിശദീകരണം ചോദിക്കേണ്ട ഒരു കാര്യമല്ല. 13 ദിവസമായി കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം നടന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു നടപടിയും എടുക്കാതെ ഒരു റിപ്പോർട്ട് പോലും ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എടുക്കാവുന്നൊരു കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. അത് മനസാക്ഷിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നോക്കൂ, ഇന്നിപ്പോൾ ഈ പറയുന്ന ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? 98 കുട്ടികളുടെ മൊഴിയെടുത്തിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹോസ്റ്റൽ റൂം നമ്പർ 21, കുന്നിൻ്റെ മുകള്, ഷട്ടിൽ കോർട്ട്, വാട്ടർ ടാങ്കിൻ്റെ താഴെ, ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്ന് മർദ്ദിക്കുകയാണ്. അപ്പം 3 ദിവസമായി ഈ കൊണ്ടു നടന്ന് മർദ്ദിക്കുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ഒരു മുറിയിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ അത് ആർക്കും അറിയില്ല എന്ന് പറയാം. പക്ഷേ ഇത് പരസ്യമായി ആണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം എന്താ അറിയോ? കുട്ടികളെ, ഉറങ്ങിക്കിടന്ന കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ടും അടുപ്പിച്ചു. എന്നിട്ട് അവരൊക്കെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. ഇയാളെ നഗ്നനാക്കി ഇരുത്തി. ഈ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം ഈ പറയുന്ന മരണം സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വാർഡനും ഈ പറയുന്ന ഡീനുമൊക്കെ പോലീസിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ഈ ഡീനൊരു മഹാകഥാപാത്രമാണ് കേട്ടോ. കാരണം വെച്ചാൽ തൃശ്ശൂരിൽ കൊക്കാല മൃഗാശുപത്രിയിൽ ഇയാൾ ഡോക്ടറായിരുന്നു. ആ ഡോക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സ് അദ്ദേഹം ഇതുവരെ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മേലൊരു പരാതി ചിഞ്ചുറാണിക്ക് പോയി. മൃഗവകുപ്പ് സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇയാളോട് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒഴിഞ്ഞു കൊടുക്കാതെ ഈ ക്വാർട്ടേഴ്സും വെച്ച് അവിടെ ഡീനിൻ്റെ ക്വാർട്ടേഴ്സും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം. അപ്പം ഈ ഡീൻ അടക്കമുള്ള ആളുകൾ ഇന്നിപ്പം മനോരമ ഓൺലൈനിലൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണ്. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു അധ്യാപകൻ പറഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ടറോട്, അവിടെ സ്ഥാനക്കയറ്റത്തിൻ്റെ സമയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അധ്യാപകരൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതിനെതിരായിട്ടൊരു ശബ്ദമുണ്ടാക്കിയാൽ തങ്ങളുടെ സാധ്യത പോകുമോ എന്ന് പല ആളുകളും സംശയിച്ചിരുന്നു എന്ന് മാത്രവുമല്ല, ആ റിപ്പോർട്ടിൽ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അവിടെ വിദ്യാർത്ഥികളും ഈ അധ്യാപകരും ഒക്കെ ചേർന്നിട്ടാണ് മദ്യപാനം, ഒരുമിച്ചിട്ടാണ്. 110 ഏക്കറുള്ളൊരു വലിയ ക്യാമ്പസാണത്. ആ ക്യാമ്പസിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ഹോസ്റ്റലുണ്ടല്ലോ, ഈ മെൻസ് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന ഡീനിൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ മനുഷ്യനെ ഇതൊക്കെ
ഒക്കെ അറിയാമായിരുന്നു. അതിനുശേഷം നടന്ന കാര്യം എന്താണ് നമ്മളെ ഞെട്ടിക്കുന്നത്? ഈ 18-ാം തീയതി ഈ മരണത്തിന് ശേഷമാണല്ലോ ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കാൻ യോഗം ചേരുന്നേ. ഒരു കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് എന്നിട്ട് ആ പരാതി ആദ്യം പോലീസ് അത് തെറ്റായിട്ടുള്ള പരാതിയാണെന്ന് കണ്ടെത്തുന്നു. അതൊരു അന്യഭാഷക്കാരിയുടെ പരാതിയാണെന്ന് കണ്ടെത്തുന്നു. പിന്നെ രണ്ടാമത് ആ പരാതി വീണ്ടും കൊടുപ്പിക്കുന്നു. എന്നിട്ട് അത് മരിച്ചയാളായതുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഈ പറയുന്ന സംഭവങ്ങളൊന്നും പുറത്തറിയാതിരിക്കാനുള്ള വലിയൊരു ആസൂത്രണം അവിടെ നടക്കുന്നു. ഞാനിതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? പോലീസ് എന്തായിരുന്നു ചെയ്തത് ഈ കാര്യത്തിൽ? എന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നിസ്സംഗതയുണ്ടായി? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകം. നമ്മളിതൊക്കെ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയതാണ്ട് 23-ാം തീയതി മുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ ഇത് അകത്ത് തന്നെ സൂക്ഷ്മമായി സൂക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വിഷയം വന്നതിന് ശേഷം സ്റ്റേറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഭരണ സംവിധാനം റിയാക്ട് ചെയ്യാതിരിക്കുന്നു, പോലീസ് റിയാക്ട് ചെയ്യാതിരിക്കുന്നു, യൂണിവേഴ്സിറ്റിയിലെ അധികാരികൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നു, എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യം ഒട്ടും തന്നെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ വിസ്മയയുടെ കൊലപാതകം ഉണ്ടായല്ലോ, മരണമുണ്ടായല്ലോ, ഈ പറയുന്ന പിന്നെ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് 2021 അന്ന് ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ആന്റണി രാജു ഒരു വാർത്താസമ്മേളനം വിളിച്ചു. വാർത്താസമ്മേളനം വിളിച്ചിട്ട് അന്ന് പ്രഖ്യാപിച്ചത് എന്താ പറയുക? ഈ വിസ്മയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അയാളെ സർവീസ് ചട്ടം ഉദ്ധരിച്ചുകൊണ്ട് പുറത്താക്കി സർവീസിൽ നിന്ന്. ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് സ്റ്റേറ്റ് നടത്തിയ ഒരു ഇടപെടലാണ്. എന്താണ്? കേരളം മുഴുവൻ ആ കുട്ടിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇങ്ങനൊരു കൊലപാതകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് വന്നിട്ട് പറയുന്നു, ദേ ഇയാളാണ് അതിൻ്റെ ആളെങ്കിൽ ഇയാളെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. അത്യപൂർവമായ ഒരു നടപടിയാണത്. അങ്ങനെയൊന്നും ആരെയും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ അതേപോലെ സ്റ്റേറ്റ് ഈ പറയുന്നൊരു വലിയ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നു, വലിയൊരു വിഷമം കേരളത്തിനുണ്ടായിരിക്കുന്നു. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചിഞ്ചുറാണി ഇന്നലെയൊക്കെ എന്താ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ടുള്ള ആളായിട്ടാണ് MK നാരായണനെ ചിത്രീകരിച്ചത്. ഇന്നാ പറഞ്ഞത് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയ മൊഴിമുത്തുകളാണ് കേട്ടോ. അപ്പോൾ ആ അർത്ഥത്തിൽ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് വളരെ ശക്തമായിരിക്കുന്ന ഒരു കാര്യത്തോട് സ്റ്റേറ്റ് പ്രതികരിച്ച രീതിയിൽ അത് തെറ്റായൊരു രീതിയാണ്. ഒട്ടും തന്നെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ആയിരുന്നില്ല ഉണ്ടായത്. ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നേ. അവിടെ ഇപ്പോൾ GRL നെടുമങ്ങാട്ട് MLA ആണ്, VS ജോൺകുട്ടി തിരുവനന്തപുരത്തെ മന്ത്രിയുമാണ്. ഇവരവിടെ പോയി സ്വാഭാവികമായി സന്ദർശിച്ചു എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും അവിടെ സംഭവിച്ചില്ല. അപ്പോൾ ഒരു ആക്ഷനും അക്കാര്യത്തിൽ ഉണ്ടായില്ല. ആ സമയത്ത് അതിൻ്റെ പരമാവധി സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഗവർണർ അത് ഉപയോഗിച്ചു. ഗവർണർ ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗവർണർ ആക്ട് ചെയ്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ നിന്നാണ്. VCയെ സസ്പെൻഡ് ചെയ്യുന്നു, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തെ മൊത്തം മാറ്റിവെച്ചുകൊണ്ട് ഈ സാഹചര്യത്തെയാണ് വിലയിരുത്തുന്നത്. ഇത് അഭികാമ്യമായിരുന്നില്ല. ഈ കാര്യത്തിലൊരു പുനരാലോചന ഭരിക്കുന്ന പാർട്ടിക്കുണ്ടാവണം, ഭരണ നേതൃത്വത്തിനുണ്ടാകണം. തുടർന്നുള്ള എല്ലാ നടപടികളിലും അതിൻ്റെ സുതാര്യതയോടുകൂടി ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പറയുന്ന നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിലാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ഭരണ നേതൃത്വം, സർക്കാർ, ഈ പറയുന്ന എല്ലാ ആളുകളും, അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.